അഞ്ഞാങ് ചിങ്കത് കണ്ടോ. എന്റെ കൂടെ കൃഷ്ണയുണ്ട്, റൂബി ഉണ്ട്, നമ്മളിപ്പോ എങ്ങോട്ടാ പോണേന്നറിയോ? നമ്മളിപ്പോ ചിപ്മിനി ഡാമിലേക്കാണ് പോകുന്നത്. അപ്പം അവിടേക്ക് എങ്ങനെ ട്രക്കിങ്ങിന് പോകേണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പതുക്കെ പതുക്കെ പറഞ്ഞുതരാം. ഗൈസ് ഇപ്പൊ നമ്മള് ആനയുണ്ട്, ആനനെ കൊണ്ടുപോയി. ആനയുണ്ട് അവിടെ, നമുക്ക് ആനേനെ കാണാൻ പോടാ. ഡിങ്ക നിങ്ങൾക്ക് കാണുന്നുണ്ടോന്ന് എനിക്കറിഞ്ഞൂടെ, പക്ഷേ ഇത് കാണാനുണ്ടോ? ഇത് ഈ കാണുന്നത് അത് ആനയാ. കണ്ടോ 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 ഗൈസ്, ഇത് ചിമ്മിനി. ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ ആക്ച്വലി. നമ്മളിനി ആദ്യം കയറാൻ പോകുന്നത് കൊട്ടവഞ്ചിയിലാണ്. സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ചെയ്തെടുക്കുക. സോ ബ്യൂട്ടിഫുൾ. ഗൈസ് ഗൈസ് നമ്മൾ കൊട്ടവഞ്ചിയിലാണ് ഗൈസ്. ഇങ്ങനെയാണ് ഇതിൽ കയറുന്നത്. ഞങ്ങൾ കൊട്ടവഞ്ചിയിലാണ്. ഈ ചേട്ടനാണ് നമ്മുടെ കൊട്ടവഞ്ചി ഓടിക്കുന്നത്. ബാലകൃഷ്ണൻ. ബാലകൃഷ്ണൻ ചേട്ടനാണ് നമ്മുടെ ഗൈസ്. ആനയുണ്ട് ഇവിടെ. കണ്ടോ 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 കൊട്ടവഞ്ചിയിലെ ഗൈസ്. നമ്മൾ അവിടെ നിന്ന് തുടങ്ങി അവിടേക്ക് പോകുമ്പോ അവരവിടെ ഫാമിലി ട്രിപ്പിന് വന്നേക്ക. ഈ സ്പോട്ടിലാണ് ആനയുടെ താവളം. ആന താഴ്വര, ആനയുടെ താഴ്വര. ആന ഇവിടെ റെസ്റ്റ് എടുക്കാറ്. ആന ഇവിടെ റെസ്റ്റ് ചെയ്തെടുത്തിട്ട് ആ വ്യൂ കാണാൻ വരും. ഇതാ നിശ. ഹലോ. മറ്റേ കടുവയൊക്കെ മാറും. അതൊക്കെ മാറും നമ്മുടെ സൗണ്ട്. നല്ല 10 ബ്രേക്ക്ഫാസ്റ്റ് കൃഷ്ണ കണ്ടോ, അവർ ട്രക്കിന് പോണുണ്ടോ? ഈ ചേട്ടൻ എന്നോട് ഗൈസ് എന്ന് പറയല്ലെന്ന് പറഞ്ഞേക്കണം. ആമേനെ കണ്ടോ? ഇത് ആമയാ. ഞാൻ തൊട്ടിട്ടില്ല കേട്ടോ. ഓക്കെ കണ്ടോ, ആമ ഉണ്ടോ? റെസ്പെക്ട്ഫുൾ കണ്ടോ? അരുവിയിൽ കൂടെ പാസ് ചെയ്യും. ഇതിന് അരുവിന്നല്ലേ പറയാ? ചെറിയൊരു വെള്ളച്ചാട്ടം. വെള്ളം പോവാൻ വേണ്ടിയിട്ട് അവർ ചെയ്യണൊക്കെ ഉണ്ടോ? സീന സ്ഥലം കണ്ട
സാധനങ്ങള് സെറ്റ് എൻ്റെ തൊപ്പി ഗൈസ് കാട്ടുമുല്ല പൊട്ടിച്ചിട്ടില്ല ഗൈസ് ക്വാറി കണ്ടോ കരിങ്കൽ ഗൈസ് അത് കാട്ടുപോത്താണ് ഗൈസ് കണ്ടു കാട്ടുപോത്തിനെ വരെ നമ്മൾ കണ്ടു കണ്ടോ ഓ സോ ബ്യൂട്ടിഫുൾ ഇതാ നമ്മുടെ വ്യൂ ഹലോ ഹലോ അനീഷ ഹലോ ഇത് ഈ ഭാഗം ആന കേറിയിട്ടുള്ള ഭാഗം ഇവരിങ്ങനെ കേറി വരുന്നത് ഹലോ ഹായ് ഗൈസ് ഗൈസ് നമ്മൾ വെള്ളച്ചാട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കണം അതാണ് വെള്ളച്ചാട്ടം കണ്ടു വെള്ളച്ചാട്ടം കണ്ടു വെള്ളച്ചാട്ടം ഗൈസ് നമ്മളിപ്പോൾ വെള്ളച്ചാട്ടത്തിൽ എല്ലാരും സോക്സും ഷൂ ഒക്കെ ഇട്ടിട്ട് വരാൻ പോവാ കണ്ടോ അവിടെ ഒരു പ്രഹസനം കാട്ടുന്നുണ്ടോ ഓക്കെ റൂബി എങ്ങനെയുണ്ട് റൂബി കാലിൽ ഞരമ്പൊക്കെ കയറി റൂബിയുടെ സോറി കാലിൽ ഞരമ്പൊക്കെ കയറി റൂബിയുടെ അതെ അയ്യോ നിന്റെ പേര് നിതിനുണ്ട് നമ്മുടെ കൂടെ നമ്മള് സക്സസ്ഫുള്ളി 5 കിലോമീറ്റേഴ്സ് 3 കിലോമീറ്റേഴ്സ് തിരിച്ച് നമ്മൾ 8 കിലോമീറ്റർ നടക്കണോ ഈ ചേട്ടൻ കേട്ടോ തിരിച്ച് നമ്മളിനി 8 കിലോമീറ്റേഴ്സ് നടക്കാണ്ട് എന്നാലേ തിരിച്ചെത്തുള്ളൂ ആണല്ലേ അയ്യോ ദൈവമേ തിരിച്ച് 8 കിലോമീറ്റർ ഞാൻ ഇവിടെ നിന്നാണ് എന്തായാലും ഗൈസ് വെള്ളത്തിന്റെ ഒഴുക്ക് കാരണം കൊണ്ട് നമ്മള് സാഹസികമായിട്ടുള്ള വേണ്ടതാണോ നമ്മൾ സാഹസികമായിട്ടുള്ള ഒരു പുറപ്പാടാ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ദൂരം കൂടി പോകേണ്ടി വരും ഈ വെള്ളമാണ് ഇങ്ങനെ ഗൈസ് അത്ര ഒഴുക്കുണ്ട് ഗൈസ് ഞാൻ വന്നു ആയിക്കോട്ടെ ഇല്ല പോലെ 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 അമ്മ ഇതൊന്നൊരു വിഷയല്ലേ എടാ കിടന്ന് ഗൈസ് സക്സസ്ഫുള്ളി നമ്മൾ ആ ഒരു കഠിനാധ്വാനം കണ്ടോ ആവാത്തവരുണ്ട് അവരെ വീഡിയോ വരുന്നതായിരിക്കും ഞാനൊന്ന് നിക്കട്ടെ
ഇനി ശരിക്കുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എങ്ങനെ നടക്കണമെന്ന് കണ്ടോ. ഇങ്ങനെയാണ് നടക്കേണ്ടത്, അല്ലാണ്ട് റൂബിയുടെ പോലെ കിടന്നിട്ടല്ല. മനസ്സിലായോ? കണ്ടോ, റൂബിയുടെ പോലെ കിടന്നിട്ടല്ല guys. ഇത് റംബൂട്ടാൻ പോലത്തെ തിന്നാനുള്ള ഒരു ഒരു പഴം. അപ്പൊ പഴം നമ്മളങ്ങനെ കടിക്കണം. കടിച്ചു കഴിഞ്ഞത് നമ്മളിന്റെ ഈ ഒരു സാധനം പുളി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണ് ഈ സാധനം ഇഷ്ടപ്പെടുള്ളൂ. എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. ചാമ്പയ്ക്കയുടെ ഒരു ടേസ്റ്റ്. ഇത് ഫുൾ കളയണം അല്ലേ? അതിൻ്റെ ഉള്ളിൽ ഈ ഒരു വെള്ള സാധനം. എനിക്ക് തോന്നുന്നു ഞാൻ തെറ്റായിട്ടൊരു സാധനം കഴിച്ചാണ്. ഇതായിരിക്കും കഴിക്കേണ്ടത്. നല്ല മനസ്സിലായോ? അനിമൽ ഫ്ലോ ആണ് ഗൈസ്. അതിന്റെ തൊട്ട് പുറകിൽ അതേപോലെ നമ്മളെത്തി ഗൈസ്. നമ്മള് ഫൈനലി ഒരു നല്ലൊരു ട്രക്കിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കോർ മെമ്മറി അടിപൊളിയായിരുന്നു. വാട്ടർഫോൾസ്, റൂബിയുടെ നീന്തല്, കുറെ ആനിമൽസിനെ കണ്ടു. അതൊക്കെ ഞാൻ കാണിച്ചാലേ. ട്രക്കിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൽ തന്നെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫുഡുണ്ട്. ചേച്ചിമാർക്ക് തന്നെ ഫുഡുണ്ട്. ഇത് നമ്മുടെ ഫീഡ്ബാക്ക് എഴുതി കൊടുക്കുക. അവർക്ക് എങ്ങനെയുണ്ടെന്ന്. ரொம்ப പ്രമാദം. ദാറ്റ് ഈസ് ബിക്കോസ് അങ്ങനെ സക്സസ്ഫുള്ളി ഞങ്ങളുടെ ട്രക്ക് കംപ്ലീറ്റ് ആയി. ഇത്രയും we survived. We mean it guys. അല്ലേ? വെറുത്തിട്ടാണ്. 8 കിലോമീറ്റർ. ഞങ്ങളതില് ലൈക്ക് ആനകൂട്ടങ്ങൾ കണ്ടു, മയില് കണ്ടു. അത് നമ്മൾ സാധാരണ കാണുന്നതാണെങ്കിലും ആനക്കൂട്ടം, ഫാമിലി ആയിട്ടുള്ള ആനക്കൂട്ടം കണ്ടു. പിന്നെ കാട്ടാന കണ്ടു. പിന്നെ കാട്ടുപോത്ത് കണ്ടു. പിന്നെ കൊരങ്ങനെ കണ്ടു. നല്ല രസമായിരുന്നു കേട്ടോ. ആമേനെയും കണ്ടു. അതൊക്കെ നിങ്ങൾ ക്ലിപ്പിൽ കാണുന്നുണ്ടോ ഇതിനു മുന്നേ? സോ ജസ്റ്റ് എനിവേ ഇത് നല്ലൊരു ട്രക്കായിരുന്നു. ഓക്കെ, സോ നിങ്ങളും ആംഫി ട്രക്കിന് വരണമെന്ന് ഉണ്ടെങ്കിൽ എന്തിനാ കോണ്ടാക്ട് ചെയ്യണ്ടേ? നീരജിന്റെ കോണ്ടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കാം. ആംഫി ട്രക്കിന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നീരജിനോട് വിളിച്ചാൽ മതി. അവൻ എല്ലാ ആഴ്ചയിലും ഇപ്പൊ ട്രക്കിന് പോകുന്നുണ്ട്.